നമസ്കാരം കൂട്ടുകാരെ, ഈയിടെയായി PSC ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദിസ് ഫിഗർ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് ഇരുന്ന് എണ്ണിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇങ്ങനെ ഒരു ഫിഗർ ആണെങ്കിൽ എങ്ങനെ വരും? നമ്മൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് വേറൊരു ഫിഗർ വരച്ച് നോക്കാം. ഇങ്ങനെ ഒരു ഫിഗർ കണ്ടോ. ഇവിടെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് വളരെ സിമ്പിളാണ് അല്ലേ. ഇതൊരു ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ, പിന്നെ ഇത് വേറൊരു ട്രയാങ്കിൾ. ആകെ 2 ട്രയാങ്കിളേ ഇതിൽ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ബേസിൻ്റെ എണ്ണം ഒന്ന് എണ്ണി നോക്കിയേ, 1 2. അപ്പോൾ ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് വരും? നോക്കാം, ഈ ഓരോന്നും എണ്ണി നോക്കാം. ഈ ഓരോ ബേസും എണ്ണി നോക്കിക്കേ. 1 2 3 4 5. അപ്പോൾ ഇവിടെ വരുന്ന ട്രയാങ്കിൾസിൻ്റെ എണ്ണം എത്രയായിരിക്കും? 5 ട്രയാങ്കിൾസ് ആയിരിക്കും ഈ ഫിഗറിൽ വരിക. മനസ്സിലായല്ലോ. ഇത് മറ്റൊരു ടൈപ്പ് ഫിഗറാണ്. ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വേർഷൻ നമുക്ക് വരച്ച് നോക്കാം. ഇത് കണ്ടോ, ഇത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അല്ലേ. ഇതിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് വരും? വലിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1, പിന്നെ ഇതിൻ്റെ അകത്ത് 2 ചെറിയ ട്രയാങ്കിൾ കൂടി ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ ടോട്ടൽ 3 ട്രയാങ്കിൾസ് വരും. 3 ട്രയാങ്കിൾസ് ആണ് ഈ ഫിഗറിൽ വരിക. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കിയേ. നമ്മൾ ഈ ബേസ് ഉണ്ടല്ലോ, ഇതാണ് ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസിനെ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. 1 2 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഈ 2 സംഖ്യകളെയും കൂടെ കൂട്ടണം. അപ്പോൾ എത്ര വരും? 1 + 2 = 3 എന്ന് വരും. അതിൻ്റെ അർത്ഥം ഈ ഫിഗറിൽ ടോട്ടൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫിഗറിലെ ട്രയാങ്കിൾസിൻ്റെയും എണ്ണം കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ഏതാ? ഇത്. ഈ ബേസിനെ എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? 1 2 3 അല്ലേ. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയേ. 1 + 2 + 3 = 6. അതായത് ഇത് ഫിഗറിൽ ടോട്ടൽ 6 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് കൂടി നോക്കിയാലോ. ഇത് നമുക്കൊരു സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. n × n + 1/2 ആയിരിക്കും ട്രയാങ്കിൾസിൻ്റെ എണ്ണം. n എന്തായിരിക്കും? നമ്പർ ഓഫ് പാർട്സ് ആണ് ഈ n എന്ന് പറയുന്നത്. n = എന്ത് വരും? 3 വരും. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് n × n + 1/2 എന്ന് പറയുമ്പം 3 × 3 + 1/2. 3 × 3 + 1/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 × 4/2 = 6 എന്ന് വരും. കണ്ടോ, ഇവിടെ കിട്ടിയ അതേ ആൻസർ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചും ഇവിടെ കിട്ടി. ഇവിടെ വേറൊരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ നോക്കിയേ, ഇത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4. ഇവിടുത്തെ ട്രയാങ്കിൾസിൻ്റെ എണ്ണം എത്രയായിരിക്കും? 1 + 2 + 3 + 4 = എത്ര വരും? 10 അല്ലേ. 1 + 2 3, 3 + 3 6, 6 + 4 = 10 എന്ന് വരും. നമ്മുടെ ഇക്വേഷൻ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇക്വേഷൻ അനുസരിച്ച് n = 4 വരും. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്ര വരും? n × n + 1/2 = 4 × 4 + 1/2. ഇത് ക്യാൻസൽ ആകുമ്പോൾ 2, 4 + 1 എത്രയാണ്? 5. 5 × 2 = 10 എന്ന് വരും. നോക്കിക്കേ, സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടിയില്ലേ. ഇതേ ടൈപ്പ് വലിയ ഫിഗേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അല്ലെങ്കിൽ നമ്മൾ ഇത് ഓരോന്ന് എണ്ണി ഇതെല്ലാം ആഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും. ഇനി നോക്കിക്കേ, ഇങ്ങനൊരു ഫിഗറാണ് വരുന്നതെങ്കിലോ കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കൂ, നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 2 3 4. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഫിഗറാണ്, 2 എണ്ണം ആക്കി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇവിടെയും 10, ഇവിടെയും നോക്കിയേ 1 2 3 4. 4 + 3 + 2 + 1 എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്ക് 10 കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഈ ലെഫ്റ്റ് സൈഡിലെ 10 ട്രയാങ്കിൾസ് പ്ലസ് റൈറ്റ് സൈഡിലെ 10 ട്രയാങ്കിൾസ് = 20 ട്രയാങ്കിൾസ് ഫിഗറിലുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ഫിഗർ നോക്കാം. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ബേസ് കണ്ടോ, ഇവിടെ വലിയൊരു ട്രയാങ്കിൾ വരുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. ഈ 2 ട്രയാങ്കിളിൻ്റെയും ബേസ് നോക്കിക്കേ, എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെ 1 2 3. ഇവിടെയും അതുപോലെ തന്നെ 1 2 3. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 1 + 2 + 3 നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇവിടുത്തെ 1 + 2 + 3 നമുക്ക് 6 കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 6 + 6 = 12 ആയിരിക്കും ഇവിടുത്തെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് കാണും? നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ബേസും എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. 1 2 3. ഇവിടെ 1 2 3. ഇവിടെ വീണ്ടും 1 2 3. അപ്പോൾ ഇവിടെ 6, ഇവിടെ 6,
ഇവിടെ 6. അങ്ങനെയാണെങ്കിൽ ഈ 3 6 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18. ടോട്ടൽ 18 ട്രയാങ്കിൾസ് ആയിരിക്കും ഇവിടെ വരിക. ഇനി നമുക്ക് ഈ ഫിഗർ നോക്കിയാലോ. ഇത് നോക്കിയാൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഫിഗേഴ്സ് 2 എണ്ണം ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ. ഇവിടെ നോക്കിക്കേ, എത്ര ബേസിനെ എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2 3. എങ്കിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് വരും? ഇവിടെ 6 ട്രയാങ്കിൾസ് വരും. ഇവിടെ നോക്കിക്കേ, 1 2 3 4. ഇവിടെ അപ്പോൾ എത്ര വരും? 1 + 2 + 3 + 4 = 10 ട്രയാങ്കിൾസ് ഈ സൈഡിൽ വരും. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 10 + 6 = 16 ട്രയാങ്കിൾസ് വരും. ഇനി ഇത് മറ്റൊരു ടൈപ്പ് ഫിഗർ ആണ്. ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് ഇവിടെ ഓരോ ട്രയാങ്കിൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. 1 2 3 4. 4 ട്രയാങ്കിൾസ് ആയിട്ടാണ് ഈ റെക്റ്റാങ്കിൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതാം? എത്ര ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4. പക്ഷേ ഇത് കൂടാതെ വേറെ ട്രയാങ്കിൾസും വരും അല്ലേ. അതാ ഇവിടെ നോക്കിക്കേ, ഇതൊരു ട്രയാങ്കിൾ ആണ്. അതുപോലെ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇനി ഏതാ? ഇവിടെ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇതൊരു മറ്റൊരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഒരു എക്സ്ട്രാ 4 ട്രയാങ്കിൾസ് കൂടി ഇവിടെ വരുന്നുണ്ടല്ലേ. പക്ഷെ അത് നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഇരുന്ന് എണ്ണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എത്ര ട്രയാങ്കിൾസ് ആയിട്ടാണ് ഈ റെക്റ്റാങ്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. 1 2 3 4. അങ്ങനെയാണെങ്കിൽ ആ 4 × 2 = 8. 8 ട്രയാങ്കിൾസ് ആയിരിക്കും ടോട്ടൽ ഈ ഫിഗറിൽ വരിക. ഇത് മറ്റൊരു ഫിഗർ ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു റെക്റ്റാങ്കിളിനെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 1 2 3 4 5 6. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്ര വരും? നേരത്തെ ചെയ്ത പോലെ തന്നെ 6 × 2 = 12 ആയിരിക്കും ആൻസർ. ഇനി ഈ ഫിഗർ ഒന്ന് നോക്കി. നമ്മൾ നേരത്തെ പഠിച്ച പോലെയുള്ള 2 റെക്റ്റാങ്കിൾസ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ ഓരോ റെക്റ്റാങ്കിളിനെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെയാ? 1 2 3 4. അപ്പോൾ ടോട്ടൽ എത്ര വരും? 4 × 2 = 8. 8 ട്രയാങ്കിൾസ് ഈ ഒരു സൈഡിൽ വരും. ഇനി ഇവിടെ അതുപോലെ തന്നെ 1 2 3 4. അപ്പോൾ ഇവിടെ 4 × 2 = 8 ട്രയാങ്കിൾസ് ഈ ഒരു സൈഡിൽ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഒരു 8, ഇവിടെ ഒരു 8. 8 + 8 = 16. അങ്ങനെയാണോ ആൻസർ വരുന്നത്? അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ കുറച്ച് ട്രയാങ്കിൾസ് കൂടെ കണ്ടോ. ഇതൊക്കെ ഒരു ട്രയാങ്കിൾ അല്ലേ. ഇവിടെ വേറെ ട്രയാങ്കിൾസ് കൂടി വരുന്നുണ്ട് ജോയിൻ ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്? ഈ 8, ഇവിടെ ഒരു 8, അത് നമുക്ക് കിട്ടി. ഓക്കെ. ഇനി ഈ രണ്ട് റെക്റ്റാങ്കിൾസ് ജോയിൻ ചെയ്തപ്പോഴാണല്ലോ നമുക്ക് ഈ ഫിഗർ കിട്ടിയത്. അങ്ങനെ ഇത് ജോയിൻ ചെയ്തപ്പോൾ എത്ര ഡോട്ട്സ് ഉണ്ടായി എന്ന് നോക്കണം. ഇവിടെ ഒരു ഡോട്ട് ഉണ്ടായി, ഇവിടെ ഒരു ഡോട്ട് ഉണ്ടായി. ജോയിൻ ചെയ്ത സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ജോയിനിങ് ഡോട്ട്സ് എന്ന് പറയുന്നത് എത്രയാ? 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് രണ്ട് സൈഡിലും കിട്ടിയ 8 + 8 എത്ര നമുക്ക് കിട്ടി? = 16 എന്ന് കിട്ടി. ഈ 16ൻ്റെ കൂടെ നമ്പർ ഓഫ് ഡോട്ട്സ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 16 + 2 എന്ത് വരും? 18. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദിസ് ഫിഗർ എത്രയാണ്? 18 ആയിരിക്കും. ഇനി ഈ ഫിഗർ ഒന്ന് നോക്കിയേ. ഈ വലിയ ട്രയാങ്കിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കേ, ബേസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഫിഗേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ. ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബേസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2. ഇവിടെയാണെങ്കിലോ 1 2 3. അങ്ങനെയാണെങ്കിൽ ഈ പോർഷനിൽ എത്ര ട്രയാങ്കിൾസ് വരും? 1 + 2 = 3 വരും. ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ 1 + 2 + 3, അതായത് 6 ട്രയാങ്കിൾസ് വരും. ഇവിടെ ആണെങ്കിലോ 1 + 2 + 3 + 4 + 5 + 6 എത്ര വരും? = 21 വരും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? n × n+1/2. ഇവിടെ എത്രയാ? 6 ആണ് n എന്ന് പറയാം. അപ്പോൾ 6 × 7/2 = എത്ര വരും? ഇവിടെ 3. 7 × 3 = 21 എന്ന് വരും. മനസ്സിലായല്ലോ. രണ്ട് രീതി ചെയ്യുമ്പോഴും നമുക്ക് സെയിം ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് അപ്പോൾ എത്ര വരും? ഇവിടെ കിട്ടിയ ഈ ബേസിൽ നിന്ന് കിട്ടിയ 21 + 6, ഈ 6 + ഈ 3 = 30 ട്രയാങ്കിൾസ് ആയിരിക്കും ഈ ടോട്ടലായിട്ട് ഈ ഫിഗറിൽ വരിക. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഫിഗർ നോക്കിയേ. ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഈ സൈഡിൽ നിന്ന് വേണം ബേസ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. ഇവിടെ ഒരു ഡിവിഷൻ, ഇവിടെ ഒരു ഡിവിഷൻ അല്ലേ. അതായത് 1 2. ഇവിടെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെയും ഇതുപോലെ തന്നെ 1 2. അതായത് ഇതൊരു 2 ലെയർ ട്രയാങ്കിളാണ്. 2 ലെയർ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ക്യൂബ് കണ്ടുപിടിക്കണം. 2 ക്യൂബ് എത്രയാ? 8. അങ്ങനെയാണെങ്കിൽ 8 ട്രയാങ്കിൾസ് ആയിരിക്കും ഈ ഒരു ഫിഗറിൽ വരിക. ഈ ഫിഗർ നോക്കിക്കേ. ഇവിടെ നമുക്ക് എത്ര ലെയർ ട്രയാങ്കിളാണ്? നേരത്തെ നമ്മൾ 2 ലെയർ ട്രയാങ്കിൾ കണ്ടു അല്ലേ. ഇവിടെ നോക്കിയേ 1 2 3. ഈ സൈഡിലും 3 1 2
3. ഈ സൈഡിലും 3. അപ്പോൾ ഇതൊരു 3 ലെയർ ട്രയാങ്കിൾ ആണ്. 3 ലെയർ ട്രയാങ്കിൾ. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്ര വരും? 3 ക്യൂബ്. എത്രയാ? 3 ക്യൂബ് എത്രയായിരിക്കും? 64. അപ്പോൾ 64 ട്രയാങ്കിൾസ് ആയിരിക്കും ഈ ഒരു ഫിഗറിൽ വരിക. മനസ്സിലായല്ലോ? ഇത്രയൊക്കെ ടൈപ്സ് ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്